ഉന്നത കുലജാതരായ വിശുദ്ധ ഫൗസ്റ്റീനസും വിശുദ്ധ ജോവിറ്റയും സഹോദരന്മാരായിരുന്നു. കൂടാതെ ക്രിസ്തീയ വിശ്വാസത്തെപ്പറ്റി അഗാധമായ പാണ്ഡിത്യമുള്ളവർ കൂടിയായിരുന്നു അവർ. അഡ്രിയാൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് യാതൊരു ഭയവും കൂടാതെ ലൊംബാർഡിയിലെ ബ്രസിക്ക പട്ടണത്തിൽ ഈ വിശുദ്ധന്മാർ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു പോന്നു. ക്രിസ്തുമതത്തോടുള്ള അവരുടെ ആവേശം അവിശ്വാസികളുടെയും വിഗ്രഹാരാധകരുടെയും ശത്രുത ക്ഷണിച്ചു വരുത്തി. ഫൗസ്റ്റീനസ് ഒരു പുരോഹിതനും ജൊവീറ്റ ഒരു ഷെമ്മാച്ചനുമായിരുന്നു. സധൈര്യത്തോടെ അവർ സമീപ പ്രദേശങ്ങളിൽ തങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിച്ചു പോന്നു. ഇതറിഞ്ഞ കടുത്ത വിഗ്രഹാരാധകനും അധികാരിയുമായിരുന്ന ജൂലിയൻ അവരെ ബന്ധനസ്ഥരാക്കുകയും അവരോട് സൂര്യനെ ആരാധിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വിശുദ്ധന്മാരാകട്ടെ ധൈര്യപൂർവം ലോകത്തിന് വെളിച്ചം നൽകുവാനായി സൂര്യനെ സൃഷ്ടിച്ച ജീവിച്ചിരിക്കുന്ന ദൈവത്തിലാണ് തങ്ങൾ വിശ്വസിക്കുക എന്ന് അറിയിച്ചു. അവർക്ക് മുൻപിലുണ്ടായിരുന്ന പ്രതിമ മനോഹരവും സ്വർണ്ണ നിറമുള്ള പ്രകാശരശ്മികളാൽ വലയം ചെയ്യപ്പെട്ടതുമായിരുന്നു. ആ പ്രതിമയിൽ നോക്കി വിശുദ്ധ ജൊവീറ്റ ഉറക്കെ പറഞ്ഞു, സൂര്യന്റെ സൃഷ്ടാവും സ്വർഗത്തിൽ സ്ഥാനീയനായ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. യാതൊന്നിനും കൊള്ളില്ലാത്ത ഈ പ്രതിമ അവനെ ആരാധിക്കുന്നവരുടെ മുൻപിൽ വെച്ച് അവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് കറുത്ത നിറമുള്ളതായി തീരട്ടെ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിർത്തിയ ഉടൻ തന്നെ ആ പ്രതിമ കറുത്ത നിറമുള്ളതായി മാറി. തുടർന്ന് ചക്രവർത്തി ആ പ്രതിമ തുടച്ചു വൃത്തിയാക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പുരോഹിതൻ അതിനെ സ്പർശിച്ച മാത്രയിൽ തന്നെ അത് വെറും ചാരമായി നിലത്തു വീണു ചിതറി. ആ രണ്ടു സഹോദരന്മാരെയും വിശന്നു വലഞ്ഞ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ചുറ്റും മതിലോട് കൂടിയതും ഇരിപ്പിടങ്ങളുള്ളതുമായ ആംഫി തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കാതെ ഒരു ഇരുണ്ട മുറിയിൽ അവരെ അടച്ചു. പക്ഷേ മാലാഖമാർ പുതിയ പോരാട്ടങ്ങൾക്കായുള്ള ശക്തിയും ഊർജവും സന്തോഷവും അവർക്ക് നൽകി. ഇതിന് സാക്ഷ്യം വഹിച്ച നിരവധി ആളുകൾ ക്രിസ്ത്യാനികളായി മതപരിവർത്തനം നടത്തി. അവസാനം യാതൊരു ഗത്യന്തരവുമില്ലാത്ത ചക്രവർത്തി അവരെ ശിരച്ഛേദം ചെയ്യുവാൻ തീരുമാനിച്ചു. അവർ തറയിൽ മുട്ടുകുത്തി നിന്ന് തല കുനിച്ചുകൊണ്ട് തങ്ങളുടെ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി. ബ്രസിക്ക നഗരം ഈ വിശുദ്ധന്മാരെ തങ്ങളുടെ മധ്യസ്ഥ വിശുദ്ധരായി ആദരിച്ചു വരികയും ഈ വിശുദ്ധന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ വിശുദ്ധരുടെ നാമധേയത്തിൽ വളരെ പുരാതനമായ ഒരു ദേവാലയവും അവിടെയുണ്ട്.